Hi dears, welcome back. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ സ്നാക്കുമായിട്ടാണ് ബനാന നെസ്റ്റ്. അപ്പോൾ ഈ ബനാന നെസ്റ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ടാണ്. ഓവർ പഴുപ്പാവരുത്, ഒരു മീഡിയം പാകത്തിലുള്ള പഴം വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ തൊട്ടതായുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ കിട്ടുള്ളൂ കേട്ടോ. ഇവിടെ മീഡിയം സ്ലൈസിലുള്ള 4 പഴം എടുത്തിട്ടുണ്ട്. അധികം പഴുക്കരുത്, പഴുത്താൽ നമുക്കിത് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല. ഈ നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു മീഡിയം പഴുപ്പിലുള്ള പഴമാണ് എടുക്കേണ്ടത്. ഇത് നമുക്ക് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. മറ്റേ രീതിയിൽ വേവിച്ചെടുത്താൽ നമുക്ക് പെർഫെക്റ്റായി കിട്ടില്ല. ഞാൻ ഉന്നക്കായ ഇതുപോലെ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. വേറെ മെത്തേഡിലാണ് ചെയ്തത്, ഏകദേശം ഇതുപോലെ തന്നെ. പിന്നെ ഒരു പാൻ ചൂടായ ശേഷം 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കൂടുതൽ നേരം റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ കുത്തിയിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, അത്രയും മതിയാവും. പിന്നെ ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ പഴമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് അടർത്തിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ചൂടാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടൊക്കെ അടർത്തിയെടുത്താൽ മതി. എനിക്ക് കുറച്ച് ശുഷ്കാന്തി കൂടിപ്പോയതാണ്, അപ്പോൾ നല്ല ചൂടിൽ തന്നെ ഞാനിത് തൊലി അടർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷം, എല്ലാം തൊലി അടർത്തിയതിന് ശേഷം അതിൽ നിന്ന് സൈഡിലൊക്കെ ഇങ്ങനെ ഒരു നാരുകളുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. എല്ലാത്തിൻ്റെയും റിമൂവ് ചെയ്യുക. ഞാൻ ഇതുപോലെ ഇതിലേറെ ഈസി ആയിട്ട് മെത്തേഡിലാണ് ഞാൻ ഇത് ചെയ്തെടുത്തുള്ളത്, ഉന്നക്കായ ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു മെത്തേഡിലും ചെയ്യാം കേട്ടോ. ഏകദേശം ഈ ഒരു സെയിം മെത്തേഡ്, പക്ഷേ ഈ ഒരു പുഴുങ്ങിയതിന് ശേഷം ഈ ഒരു ജോലിയൊന്നും നമുക്ക് ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ളിലുള്ള കറുത്ത അരികളൊക്കെ ഉണ്ടല്ലോ, കറുത്ത പാർട്ട്, അതൊക്കെ നമുക്ക് ചെയ്യണം. അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഈസിയാണ് ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉന്നക്കായുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൂടെ ചേർക്കാം കേട്ടോ. അത് ഇതിലേറെ ഈസിയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. പക്ഷേ അത്രയും സമയമൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് വെള്ളം പോലെ പഴുപ്പെങ്ങാനും കൂടിപ്പോവരുത്. കൂടിപ്പോയാൽ ഒരു ടേബിൾ സ്പൂണൊക്കെ അരിപ്പൊടി ചേർക്കുക. പക്ഷേ എന്നാലും ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കുക, വെള്ളം കൂടിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് ഒരു മുട്ടയും കുറച്ച് സേമിയാണ് വേണ്ടത്. ഞാൻ ഇവിടെ തിന്നായിട്ടുള്ള റോസ്റ്റഡ് സേമിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തതോ ഒക്കെ എടുക്കാം കേട്ടോ. കാണാനൊരു ഭംഗി തിന്നായിട്ടുള്ള സേമിയ ആയിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് ഓരോ ബോൾ എടുത്തിട്ട് ഇതുപോലെ പരത്തിയിട്ട് സെൻട്രലായിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് അതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ ബോളാക്കുന്ന സമയത്ത് പൊട്ടിപ്പോവില്ല. നന്നായിട്ട് ആ ഭാഗം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ബോളാക്കിയതിന് ശേഷം ഒരു നെസ്റ്റിൻ്റെ രൂപത്തിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ബനാന നെസ്റ്റ് എന്നല്ല നമ്മുടെ സ്നാക്കിൻ്റെ പേര്. അപ്പോൾ ഒരു നെസ്റ്റിൻ്റെ രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. കുറേ ഫില്ലിങ് ഇട്ട് കൊടുക്കേണ്ട, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും. എന്നിട്ട് എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു ബോൾ ഷേപ്പിലാക്കുക. എന്നിട്ട് ജസ്റ്റ് പരത്തി കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ഇവിടെ ആ ഒരു 4 മീഡിയം സൈസിൽ പഴം വെച്ചിട്ട് 6 എണ്ണമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇവ ഓരോന്നും ഈ ഒരു മുട്ടയുടെ വെള്ളമല്ല, മുട്ടയുടെ മിക്സിയിൽ മുക്കിയതിന് ശേഷം ആ ഒരു സേമിയയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ആ ഒരു സേമിയത്തിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ, ഇത്രയും മുട്ട ബാക്കിയാണ് കേട്ടോ. ഒരു മുട്ട എടുത്തിട്ട് തന്നെ ഇത്രയും ബാക്കിയാണ്. ഒരു മുട്ട മുഴുവനായിട്ട് തന്നെ വേണ്ടി വരില്ല. ഇനി നമുക്ക് ഓയിൽ ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം.
ആ രീതിയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് സംഭവം നല്ല ടേസ്റ്റ് ഏകദേശം ഉന്നക്കായുടെ പോലെയാണെങ്കിലും പുറമേക്ക് ഈ ഒരു സേമിയൻ്റെ ക്രിസ്പിനെസ് കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇഫ്താറിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം ഇപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ സജഷൻസ് ആയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.